ഘട്ടത്തിലാണ് ആളുകൾ ആശങ്ക രേഖപ്പെടുത്തുന്നത്. ചേട്ടാ, ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ വലിയ രീതിയിൽ അവിടെ ഇല്ല. ഉച്ചവരെ മഴയൊന്നും തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ തെരച്ചിൽ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ മണ്ണൊക്കെ തന്നെ അവിടെ നീക്കിയിടാനുള്ള സൗകര്യമുണ്ടോ? ചേട്ടൻ അവിടെ ഒരുപാട് തവണ പോയിട്ടുള്ള ആളല്ലേ? തീർച്ചയായിട്ടും അവിടെ സ്ഥലമുണ്ട്. അത് പിന്നെ അവരുടെ ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിട്ടും അവരത് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇത്രയും 120 മണിക്കൂർ കഴിഞ്ഞിട്ടോ ആ ആളെ നോക്കാനോ ഇത് തിരയാനുള്ള ഒരു ഇതില്ല. കേരളത്തിലാണെങ്കിൽ ഇതിന് ഇവിടുന്ന് തന്നെ ജനങ്ങൾ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിനും രക്ഷാപ്രവർത്തനത്തിന് അവിടെ പോകാൻ തയ്യാറാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നുള്ള ഒരു ഇതാണ് പ്രശ്നം കൊണ്ടാണ് ഇവിടുന്ന് ആരും പോകാത്തത്. ഇന്നലെ മെനയാന്ന് മുതൽ ഇവിടുന്ന് ആൾക്കാർ പോകാൻ തയ്യാറായിട്ട് അവൻ്റെ അയൽവാസികളും ഈ നാട്ടിലെല്ലാവരും പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് എന്താന്ന് പിന്നെ അവിടെ പോയിട്ട് നമ്മൾ 2-3 കിലോമീറ്റർ ഇപ്പുറത്ത് വെറുതെ നിൽക്കണ്ട എന്നുള്ള ഒരു ധാരണയിലാണ് ആരും പോകാത്തത്. ഇപ്പോഴും പോകാൻ തയ്യാറാണ്. ഇവിടുന്ന് ഇതില്ല. കേരളത്തിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് നമ്മളെ കേരളത്തിൻ്റെ നാനാദിക്കുന്നു ആൾക്കാർ പോകുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന്. അവിടെ അത് അങ്ങനെ ഒരു കാഴ്ച കാണുന്നില്ല. ഇപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് ആരും ഒരു പ്രതികരണമില്ല. ഇപ്പോഴും പ്രതീക്ഷ അർപ്പിച്ചാണ് ഇരിക്കുന്നത്. അവൻ്റെ കുടുംബവും ഈ നാട്ടുകാരും എല്ലാവരും അതിൻ്റെ ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. എന്താണെന്നുള്ളത് അറിഞ്ഞു തുടങ്ങി. ഈ അവിടെ മിഷനറീസ് നമ്മൾ കാണുന്നത് ചെറിയ ഹിറ്റാച്ചി അങ്ങനത്തെ ഉള്ള ചെറിയ മിഷനറീസ് ആണ്. കൂടുതൽ വലിയ മിഷനറീസ് അവിടെ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ആ വഴിക്ക് പോയ ആളായതുകൊണ്ട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. കുന്താപുരം അവിടെ നിന്ന് ഒരു 100 കിലോമീറ്ററിന് താഴ്ചയിലാണ്, ദൂരത്താണ് ഈ കുന്താപുരം. അവിടെ മിഷനറീസ് ഉണ്ട്. പിന്നെ ഈ നമ്മളെ ഇങ്ങോട്ട് വന്നിക്കുകയാണെങ്കിൽ സൂറത്ത് കല്ല് മുതൽ അവിടെ നിന്ന് എല്ലാ എക്യുപ്മെൻറ്റ്സും അവിടെ ഉള്ള ഒരു സ്ഥലങ്ങളാണ്. എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയുന്ന ഒരു സ്ഥലമാണ് ഇത്. പല പ്രാവശ്യം അവിടെ ഈ ഇടിച്ചിലും അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ബ്ലോക്കൊക്കെ എല്ലാം ഒഴിവാക്കുന്ന ഈ വാഹനങ്ങളാൽ തന്നെയാണ്. അത് ദേശീയപാത അതോറിറ്റി ആൾക്കാരാണോ മാറ്റുന്നത്? അത് ദേശീയപാതൻ്റെ അതോറിറ്റി ആൾക്കാർ തന്നെയാണ് മാറ്റുന്നത്. അവരുടെ ആൾക്കാരുണ്ട്, അല്ല പുറത്തുള്ള വാഹനങ്ങളും വരുന്നുണ്ട്. ഇതിപ്പോൾ അവിടെ കേന്ദ്രമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമിക്ക് എത്തിയിരുന്നു. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മന്ത്രിമാരൊക്കെ എത്തുന്ന ആ സ്ഥലത്തേക്ക് സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരുന്നു. അവർ എത്തിയിട്ട് ഇത് ഒരു ഊർജിതപ്പെടുത്താനുള്ള ഒരു ഇതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തനമൊന്നും ചെയ്യാം. ഇത്ര മണിക്കൂറായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ആശങ്കയിലാണെന്ന്. അവരുടെ ബന്ധുക്കളും അവരുടെ എല്ലാ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്, ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥരും പോലീസിൽ നിന്ന് DSP 2 പോലീസുകാരും പോയെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് മതിയോ? കൂടുതൽ മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരോ മറ്റാരെങ്കിലും പ്രതിനിധികൾ അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടുന്ന് ആൾക്കാർ പോയും കണ്ട് അതൊരു ഈ ആളെയും വണ്ടിയും ഒന്ന് കിട്ടിയാൽ അത് നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു പ്രതീക്ഷ അർപ്പിക്കും. തീർച്ചയായും ഇടപെടൽ നടത്തേണ്ടവർ ഇടപെടണമെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആവശ്യപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിനോജ് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ എത്തേണ്ടവർ എത്തി, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ ഈ നാട്ടിൽ എന്നാണെങ്കിൽ നമ്മൾ മുന്നിട്ടിറങ്ങണം. നമ്മളിൽ ഒരുവനാണ്, നമ്മുടെ സഹോദരനാണ് ആ മണ്ണിനടിയിൽ കിടക്കുന്നത് എന്ന ബോധ്യം അത് ദേശഭാഷാ വ്യത്യാസമില്ലാതെ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നണം.